إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين كفروا لهم نار جهنم لا يقضى عليهم فيموتوا ولا يخفف عنهم من عذابها كذلك نجزي كل كفور وهم يصطرخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من نصير. സമാദരണീയരായ സത്യവിശ്വാസികളെ, മാന്യ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് ഇഷ്ടാനിഷ്ടങ്ങൾ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ച് ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഖുതുബയിൽ ന്യൂ ഇയറിൽ പുതിയ കലണ്ടർ മാറുമ്പോൾ അത് വിശ്വാസിയുടെ മനസ്സിനെ എങ്ങനെയാണ് സ്വാധീനിക്കേണ്ടത് എന്ന കാര്യം വിശദീകരിക്കുകയുണ്ടായി. അതിൽ ജീവിതം നൈമിഷികമാണ്, നശ്വരമാണ്. മലയാള കവിതയിൽ നമ്മൾ കേട്ടതുപോലെ നീറ്റിലെ പോളക്ക് തുല്യമാം ജീവനെ പോറ്റുവാനെത്ര ദുഃഖിക്കുന്നു മനുഷ്യർ. ഇത് നീറ്റിലെ വെള്ളത്തിലെ ഒരു പോളയാണ്. പെട്ടെന്ന് അതില്ലാണ്ടാവും. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ മുഴുവൻ മലയാളി മനസ്സിനെയും വേദനിപ്പിച്ച ഒരു സംഗതിയായിരുന്നു അബുദാബിയിലുണ്ടായ വാഹനാപകടത്തിൽ 5 പേരുടെ മരണം സംഭവിച്ചത്. എത്ര ചെറിയ കുഞ്ഞുങ്ങളാണ് ഈ ദുനിയാവിനോട് വിട പറഞ്ഞത്. നമ്മൾ അറിയാണ്ട് പറഞ്ഞു പോകാറുണ്ട് ആ സമയത്ത് അകാല മരണം എന്നൊക്കെ. അതൊരു തെറ്റായ പ്രയോഗമാണ്. ആ ഗർഭസ്ഥ ശിശുവിന് നാം മനസ്സിലാക്കിയ പോലെ ആയുസ് കണക്കാക്കിയിട്ടുണ്ട്. അതുവരെ മാത്രമാണ് ഒരാളിൻ്റെ ആയുസ്. അതിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. ചിലർക്ക് അത് കുറച്ച് നേരത്തെയാണ്, ചിലർക്ക് അത് കുറച്ച് വൈകിട്ടാണ്. ഇത്രയേ ഉള്ളൂ. അഹ്മദ് ഷൗക്കി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ കവിതയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ദഖാത്തു ഖൽബുൽ മർഇ ഖായിലത്തുൻ ലഹു ഇന്നൽ ഹയാത്ത ദഖായിഖുൻ വസവാനി. നമ്മുടെ ഹൃദയത്തിന്റെ മുടിപ്പ് അവിടുന്ന് കൈ വെച്ച് നോക്കിയാൽ അറിയാം. അത് ഓരോന്നും
നമ്മളോട് പറയുന്നുണ്ട് നമ്മുടെ ആയുസ് ഇതാ തീർന്നുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ജീവിതത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് ഏതാനും മിനിറ്റുകൾ, ഏതാനും സെക്കൻഡുകൾ, അത്രയേ ഉള്ളൂ. നമ്മൾ കേട്ടതാണ്, ICUവിൽ കിടക്കുന്ന രോഗിയുടെ വിവരം ആരാഞ്ഞപ്പോ ഡോക്ടർ സമയം പറഞ്ഞു, ഇത്ര സമയത്തിൻ്റെ ഉള്ളില് ആ രോഗി ഈ ലോകത്തോട് വിട പറയും. നിങ്ങൾക്ക് ആരോടെയും പറയണ്ടെങ്കിലൊക്കെ പറയാം, കാണാനുള്ളവർക്കൊക്കെ കാണാന്നുള്ള ഉപദേശമൊക്കെ കൊടുത്തിട്ട് ഡോക്ടർ റോഡ് മുറിച്ചടക്കുമ്പോൾ ഒരു വായനടിച്ച് മരിക്കുകയാണ്. അതല്ല, സംഭവ്യമായ സംഗതിയാണ്. ആ രോഗിക്ക് ഡോക്ടർ പറഞ്ഞ ആ നേരം ചിലപ്പോൾ പിന്നെയും കുറച്ചും കൂടെ ഒക്കെ ആയുസ് കിട്ടിയെന്ന് വരും, പഠിച്ചോ കണക്കാക്കി അത്രേ. പക്ഷേ നോക്കൂ നിങ്ങൾ, തൻ്റെ ആയുസ്സിൻ്റെ കണക്ക് എത്രയെന്ന് അയാൾക്ക് അറിഞ്ഞുകൂടാ. ഈ റോഡ് മുറിച്ചെടുക്കോളേ ഉള്ളൂ, എനിക്ക് ഇത്രയൊന്നുമില്ല. ഈ ICUവിൽ കിടക്കുന്ന രോഗിയുടെ അത്ര പോലും എനിക്ക് ആയുസ്സില്ല എന്ന സംഗതി ഡോക്ടർക്ക് അറിയുന്നില്ല. ഇതാണ് മനുഷ്യ ജീവിതം. അതുകൊണ്ട് അഹ്മദ് ഷൗക്കി അടുത്ത വരിയിൽ പറയുന്ന എന്താണെന്നറിയോ? അതുകൊണ്ട് മരണാനന്തരവും നിനക്ക് ജീവിക്കണം എന്നുണ്ടോ? ആളുകളുടെ മനസ്സിൽ നിനക്ക് ജീവിക്കാൻ പറ്റും. നല്ല മനുഷ്യന്മാര്, അവരുടെ പ്രവർത്തനങ്ങള്, അവർ ചെയ്ത സൽക്കർമ്മങ്ങള്, അത് മരണാനന്തരവും ആളുകൾ അങ്ങനെ അനുസ്മരിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് മരണാനന്തരം നിനക്ക് ഈ ദുനിയാവിൽ മനുഷ്യ മനസ്സുകളിൽ നല്ല ചിന്തയാൽ പിന്നെയും ജീവിക്കാൻ കഴിയണമെങ്കിൽ നീ അതിനനുസരിച്ച് പണിയെടുത്തോ. അത്തരം ഒരു സ്മരണയുണ്ടല്ലോ, അത് മനുഷ്യന് ഈ ദുനിയാവിൽ നിന്ന് ലഭിക്കുന്ന രണ്ടാമത്തെ ഒരു ആയുസ. 65 വയസ്സ് വരെ ജീവിച്ചുള്ളൂ, പിന്നീട് മരിച്ചുപോയാലും അയാൾ ഒരുപാട് കാലം ജനമനസ്സുകളിൽ പ്രാർത്ഥനാ നിർഭരമായ ഒരവസ്ഥയിൽ അയാൾ ജീവിച്ചുകൊണ്ടേയിരിക്കും. അതിനുവേണ്ടി പണിയെടുത്തോ. ജീവിതത്തിന്റെ ആ നൈമിഷികതയാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഇദാ അസ്ബഹത ഫലാ തൻതളിർ അൽമസാ. പ്രഭാതമായാൽ ഇന്ന് പ്രദോഷത്തിൽ വൈകുന്നേരം ഞാൻ ഉണ്ടാകുമെന്ന് നീ അങ്ങനെ ഉറപ്പിച്ചിരിക്കണ്ട. തിരിച്ചും ഇദാ അംസൈത ഫലാ തൻതളിരി സ്വബാഹ്. വൈകുന്നേരം ആയാല് നാളെ രാവിലെ വരെ ഞാനുണ്ടാകും എന്ന ഒരു ചിന്തയും നിനക്കുണ്ടാകേണ്ടതില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി പറയുന്നുണ്ട്, രാവിലെയും വൈകുന്നേരവും പ്രതീക്ഷിക്കാൻ വകയില്ലാത്തതുപോലെ പ്രവാചകൻ പറഞ്ഞു, ഞാൻ ഈ ദുനിയാവില് ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്. സബീൽ, വഴിയാത്രക്കാരൻ അല്ലെങ്കിൽ ഒരു വഴിയിൽ അല്പനേരം വിശ്രമിക്കുന്ന ഒരു മനുഷ്യൻ. അയാൾ കാലാകാലം അവിടെ കൂടാൻ വന്നതല്ല, അത് ചെറിയ ഒരു വിശ്രമവേള മാത്രമാണ്. ഈ ഒരു ചിന്തയാണ് വിശ്വാസിക്കുണ്ടാകേണ്ടത്. അതിനപ്പുറത്ത് ആർ അള്ളാഹുവെ മറന്ന് ജീവിക്കുന്നുവോ അവർക്കൊക്കെ ആ പുനർജന്മ നാളിൽ അവർ അനുഭവിക്കുന്ന ക്ലേശവും പ്രയാസവും വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായി എടുത്തു പറയുന്നുണ്ട്. സൂറത്തു ഫാത്തിറിലെ 1-2 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. വല്ലദീന കഫറൂ ലഹും നാറു ജഹന്നം ലാ യുഖ്ളാ അലൈഹിം ഫയമൂതു വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ കദാലിക നജ്സി കുല്ല കഫൂർ. വല്ലദീന കഫറൂ,
അവിശ്വസിച്ചവരാരോ അവർ ലഹും നാറു ജഹന്നം, അവർക്കാണ് കത്തിയാളുന്ന നരകാഗ്നിയുള്ളത്. ലാ യുഖ്ളാ അലൈഹിം, അവിടെ വെച്ച് അവരുടെ കഥ കഴിയുകയില്ല. ഫയമൂത്തു, എങ്കിൽ അവർക്ക് അവിടെ വെച്ച് തന്നെ അങ്ങോട്ട് നശിച്ചു പോകാമായിരുന്നു. അതല്ല പരലോകത്തെ നരക ശിക്ഷയുടെ സ്വഭാവം. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ, ഒരിക്കലും ആ നരക ശിക്ഷയിൽ നിന്ന് അവർക്ക് ഇളവ് ലഭിക്കുകയുമില്ല. കദാലിക നജ്സീ കുല്ല കഫൂർ, അപ്രകാരം എല്ലാ നന്ദികെട്ട മനുഷ്യർക്കും നാം പരലോകത്ത് പ്രതിഫലം നൽകുന്നു. കഴിഞ്ഞില്ല. വഹും യസ്തരിഖൂന ഫീഹാ, ആ നരകത്തിൽ വെച്ച് അവർ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കും. എന്താ അവർക്ക് പറയാനുള്ളത്? റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹാ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ നീ ഒന്ന് ഈ നരകാഗ്നിയിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടുത്തി തരണം. എങ്കിൽ നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഇതുവരെ ചെയ്യാത്ത ഒരുപാട് സൽക്കർമ്മങ്ങൾ തുടർന്നങ്ങോട്ട് ഞങ്ങൾ ചെയ്യും. റബ്ബേ, ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണേ, ഒന്ന് പുറത്തേക്കെത്തിക്കണേ എന്ന് ആ നരകാഗ്നിയിൽ വെച്ച് അവർ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമുണ്ട്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹ് ചോദിക്കുന്നത്, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ, ആലോചിക്കുന്ന ഒരാൾക്ക് ആലോചിക്കാൻ മാത്രം നാം ആയുസ് തന്നിട്ടുണ്ട്. അത് ആ ബാല്യം മാത്രമല്ല, യൗവനം മാത്രമല്ല, അതും കഴിഞ്ഞ് കാര്യബോധം ലഭിക്കേണ്ട, പ്രാപിക്കേണ്ട ഒരു പ്രായം മനുഷ്യനെത്തിയിട്ടുണ്ട്. വജാഅകുമുൻ നദീർ, ഈ കാര്യം നിങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന മുന്നറിയിപ്പുകാരും നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. എന്നിട്ടും അത് ചെവിക്കൊള്ളാനോ തിരുത്താനോ സൽക്കർമ്മനിരതരായി ജീവിക്കുവാനോ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് സാരം. അതുകൊണ്ട് ഫദൂഖു ഫമാ ലിസ്സാലിമീന മിൻ നസീർ, നിങ്ങൾക്കുള്ള ഈ നരകശിക്ഷ നിങ്ങൾ ആസ്വദിച്ചേ പറ്റൂ. ഇത്തരം ആളുകൾക്ക് ഒരു സഹായിയും ഈ ദുനിയാവിൽ നിന്ന് ലഭിക്കുകയില്ല എന്നർത്ഥം. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും മനുഷ്യനെ ചിന്തിക്കാൻ പറ്റിയ ഒരുപാട് ദൃഷ്ടാന്തങ്ങള് അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും അവൻ തിരുത്താൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ഈ ജീവിതത്തിന്റെ പളപളപ്പില് അവൻ അള്ളാഹുവിനെ മറന്ന് ജീവിക്കുകയാണ് ചെയ്തത്. വിശുദ്ധ ഖുർആനില് സമയമാണ് ആയുസ് എന്ന് പഠിപ്പിക്കുന്ന ഒട്ടേറെ സൂക്തങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ സമയത്തെ ഒരിക്കലും ഒരു മനുഷ്യൻ നഷ്ടപ്പെടുത്താൻ പാടില്ല. മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി, ലൈസ മിൻ യൗമിൻ യഅതി അല ബനി ആദം ഇല്ലാ യുനാദി ഫീ, ഒരു മനുഷ്യന് ഓരോ ദിനം വരുമ്പോഴും ആ ദിവസം അവനോട് പറയുന്നുണ്ട്, യബ്ന ആദം, ഓ മനുഷ്യ, നീ മനസ്സിലാക്കണം, അന ഖൽഖുൻ ജദീദ്, ഞാൻ ഒരു പുതിയ സൃഷ്ടിയാണ്. വ അന അലൈക ഗദൻ ഷഹീദ്, ഞാൻ നിനക്കെതിരായി നീ ചെയ്യുന്ന തിന്മകൾ ചൂണ്ടിക്കാട്ടി നിനക്കെതിരെ നാളെ സാക്ഷ്യം വഹിക്കും. അതുകൊണ്ട് ഫഅമൽ ഖൈറൻ ഫിയ, ഒരു ദിവസം കിട്ടുമ്പോ ആ ദിവസത്തിൽ നീ പരമാവധി ഖൈറ് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. എങ്കിൽ അശ്ഹദു ലക ഗദ, ഞാൻ നാളെ നിനക്ക് അനുകൂലമായി സാക്ഷി പറയും. വ ഇന്നി ഖദ് മളൈത്, ഞാനിതാ പോവുകയാണ്. ഒരു ദിവസം പോയി, നഷ്ടപ്പെട്ടു. ലൻ തറാനി അബദ, ഒരിക്കലും ആ നഷ്ടപ്പെട്ട ദിനത്തെ നിനക്ക് ഈ ദുനിയാവിൽ വെച്ച് ഇനി കാണാൻ കഴിയില്ല. വയഖൂലുൽ ലൈൽ മിസ്ല ദാലിക്, ഏതൊരു ബിലോ ആവറേജിൽ ചിന്തിക്കുന്ന മനുഷ്യനും കാര്യം ബോധ്യപ്പെടുമാറ് രൂപത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ ഈ കാര്യം പഠിപ്പിച്ചിട്ടുള്ളത്. രാവും പകലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. അത് നമ്മുടെ ജീവിതത്തെ മാറ്റേണ്ടതുണ്ട് എന്നർത്ഥം. ഹസനുൽ ബസരി റഹ്മഹുല്ല പറഞ്ഞു, യബ്ന ആദം ഇന്നമാ അൻത അയ്യാം, മനുഷ്യ നീ വെറും ദിവസങ്ങൾ മാത്രം.
ഈ ദിവസമാണ് നമ്മുടെ ആയുസ് എന്നർത്ഥം, സമയമാണ് നമ്മുടെ ആയുസ് എന്നർത്ഥം. ഫഇൻ ദഹബ യൗമുൻ, നിന്നിൽ നിന്ന് ഒരു ദിവസമെങ്ങാനും നഷ്ടപ്പെട്ടാൽ ദഹബ ബഅദുക്, നിന്നിൽ നിന്ന് കുറെ ഭാഗം നഷ്ടപ്പെട്ടു എന്ന് വേണം നീ മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഈ നഷ്ടപ്പെടുന്ന ദിനം ഒരിക്കലും നമ്മൾ സന്തോഷിക്കേണ്ട ഒന്നല്ല. ആ നഷ്ടത്തിൽ നമ്മൾ ഖേദിക്കേണ്ടതുണ്ട്. നമുക്ക് ലഭിക്കുന്ന ദിനരാത്രങ്ങൾ നമുക്ക് അനുകൂലമാക്കി മാറ്റേണ്ടതുണ്ട് എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചുവല്ലോ, നിഅമത്താനി മഗ്ബൂനും ഫീഹിമ കസീറും മിനന്നാസ്. ഒട്ടേറെ ആളുകൾ അകപ്പെടുന്ന വഞ്ചനയിൽ അകപ്പെടുന്ന സംഗതിയാണ് രണ്ട് സംഗതി. ഒന്ന് അസ്വിഹ, ആരോഗ്യം. മറ്റൊന്ന് വൽ ഫറാഗ്, നമ്മുടെ ഒഴിവ് സമയവും. ഇത് രണ്ടും വളരെ ഫലപ്രദമായി വിനിയോഗിക്കുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായിട്ടുള്ളത്. കാരണം ഈ ക്ഷണികമായ ജീവിതം പരലോകത്തെത്തുമ്പോൾ വളരെ വേഗത്തിൽ കഴിഞ്ഞതായി ആ മനുഷ്യന് തോന്നുമെന്നർത്ഥം. തഖാഫത്തൂന ബൈനഹും ഇല്ലബിസ്തും ഇല്ലാ അശറ, പരലോകത്ത് പരസ്പരം സ്വകാര്യം പറയും, നമ്മളിപ്പോൾ ദുനിയാവിൽ ജീവിച്ചത് ഒരു 10 ദിവസമല്ലേ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ സമയത്തിൻ്റെ ആപേക്ഷികത ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു വേളയാണ് പരലോകം. ഭയവിഹ്വലമായ രംഗങ്ങൾ കാണുമ്പോൾ ദുനിയാവിലെ 60, 50, 70, 80 ഒക്കെ വയസ്സ് അവന് വളരെ ചെറുതായി മാത്രമാണ് അനുഭവപ്പെടുക. അപ്പോ അവര് പറയുന്നതാണ് ഒരു 10 ദിവസമൊക്കെ ദുനിയാവിൽ കഴിച്ചു കൂട്ടിയിട്ടുണ്ടാവുള്ളൂ എന്ന്. അള്ളാഹ് പറയുന്നത് നഹ്നു അഅലമു ബിമാ യഖൂലുൻ, അവരാ പറയുന്നതിനെ കുറിച്ച് നമുക്ക് നന്നായി അറിയാം. യഖൂലു അംസലുഹും ത്വരീഖ ഇല്ലബിസ്തും ഇല്ലാ യൗമാ. കുറച്ചും കൂടെ കാര്യബോധമുള്ള ആള് ഒന്നും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞ എന്താണെന്നറിയോ, 10 സൂട്ടൊന്നും നമ്മൾ ദുനിയാവിൽ കഴിച്ചിട്ടില്ല, ഒരു ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. സമാനമായ ആയത്തുകൾ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ കേട്ടു. കഅന്നഹും യൗമ യറൗനഹ ലം യൽബസൂ ഇല്ലാ അശിയതൻ ഔ ളുഹാഹാ. ആ പരലോകത്തെ ശിക്ഷ നേർക്കുനേരെ കാണുന്ന സമയത്ത് അവർക്ക് അനുഭവപ്പെടുന്നത് ലം യൽബസൂ ഇല്ലാ അശിയതൻ ഔ ളുഹാഹാ, ഒരു അല്പസമയം മാത്രം, ഒരു അഷിയ വൈകുന്നേര സമയം, അതല്ലെങ്കിൽ ഒരു പ്രഭാതവേളയിലെ ദുനിയാവിൽ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ എന്നാണ്. നമുക്കറിയാം, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം 1000ഓളം വർഷം ജീവിച്ച മനുഷ്യനാണ്. 1050 വർഷം. ആ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന് മരണാസന്നനായി കിടക്കുമ്പോ ആളുകൾ അദ്ദേഹത്തെ സമീപിച്ചു ചോദിച്ചു, യാ നൂഹ് കം ഇശ്ത, നിങ്ങളിപ്പോ എത്ര ജീവിച്ചൂടെ? അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി ഫഖാല അലൈഹിസ്സലാം അൽഫ സന, 1000 വർഷം ജീവിച്ചിട്ടുണ്ട്. ഖാലു കൈഫ വജത്തൽ ഹയാ, എങ്കിൽ ജീവിതത്തെ അങ്ങക്ക് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ പറ്റിയത്, അല്ലെങ്കിൽ കാണാൻ പറ്റിയത്? ഈ ജീവിതത്തെ പറ്റിയുള്ള അങ്ങയുടെ ഒരു അഭിപ്രായം എന്താണ്? ഖാല, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അതിന് പറഞ്ഞ മറുപടി വല്ലദീ നഫ്സി ബിയദി, എൻ്റെ ജീവൻ, എൻ്റെ ആത്മാവ് ഏതൊരു അള്ളാഹുവിൻ്റെ കയ്യിലാണോ ആ അള്ളാഹുവാണ് സത്യം. മാ വജത്തുൽ ഹയാത്ത ഇല്ലാ കബൈത്തിൻ ലഹു ബാബാനി, 2 വാതിലുകളുള്ള ഒരു വീട്ടിൽ താമസിച്ച ഒരാളെപ്പോലെയാണ് എനിക്ക് തോന്നുന്നത്. ദഖൽതു മിൻ അഹദിഹിമ, ഞാൻ അതിൻ്റെ ഒരു ഡോറിലൂടെ അകത്ത് കയറി. വഖറജ്തു മിനൽ ആഖർ, എന്നിട്ട് മറ്റേ ഡോറിലൂടെ ഞാൻ അങ്ങോട്ട് പുറത്തു പോയ ഒരു അനുഭവമേ എനിക്കുള്ളൂ. ഈ ഒരു പ്രസ്താവന വെച്ച് നമ്മളൊക്കെ നമ്മുടെ ഈ നൈമിഷികമായ അല്ലെങ്കിൽ ക്ഷണികമായ നശ്വരമായ ജീവിതത്തെ എങ്ങനെയാണ് നമുക്ക് അനുഗുണമായി മാറ്റുന്നത് എന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു വേളയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകൾ മാനിച്ചും അതുപോലെ തന്നെ അവൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തിയും ശരിയായ മുത്തക്കികളായി ജീവിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അള്ളാഹുവെ ഓർത്ത് അവൻ്റെ ശാസനകൾ മാനിച്ച് മുഅ്മിനുകളായി മുത്തഖികളായി ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. സാന്ദർഭികമായ ഒരു വിഷയം എന്ന നിലക്കാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിലും ഈ ഖുതുബയും ജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ചും അതിൻ്റെ നശ്വരതയെക്കുറിച്ചും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന, ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്ന കാര്യം നമ്മൾ നമ്മുടെ ഖുതുബയുടെ വിഷയമാക്കി മാറ്റിയത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാഫ അദ്റജ വമൻ അദ്ലജ ബലഗൽ മൻസിൽ അലാ ഇന്ന സിൽഅത്തല്ലാഹ് ഗാലിയ അലാ ഇന്ന സിൽഅത്തല്ലാഹ് അൽ ജന്ന. പ്രവാചകൻ പഠിപ്പിച്ച ഹൃദ്യമായ ശ്രദ്ധേയമായ ഒരു വചനം. മൻ ഖാഫ അദ്ലജ, ശത്രുവെ ഭയപ്പെട്ടിട്ടോ യാത്രാദൂരം മുന്നിൽ കണ്ടിട്ടോ രാത്രി തന്നെ യാത്ര പുറപ്പെട്ട ആള്, അയാളെ പറ്റിയാണ് പറയുന്നത്. കൂട്ടത്തിൽ പറയേണ്ടതുണ്ട്, മിക്ക അപകടങ്ങളും ഉണ്ടാകുന്നത് ഈ ഉണ്ടായ അപകടം വരെ 4-5 പേരുടെ മരണം സംഭവിച്ചത് വരെ ഈ 2 മണിക്ക് ശേഷമുള്ള ആ ഒരു ടൈം, അതുവരെയുള്ള ടൈം എന്നുവെച്ചാൽ നന്നായി ഉറക്കം പിടിക്കുന്ന സമയത്ത് നമ്മൾ പതിവിന് വിരുദ്ധമായിട്ട് ഉറങ്ങാതെ വണ്ടി ഓടിക്കുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അങ്ങനെ ഈ രാത്രി പുറപ്പെടുന്ന ഒരു കാര്യം പറയുമ്പോൾ ഇതും കൂടെ നമ്മൾ ഓർക്കുകയാണ്. അപ്പം നന്നായി ഉറങ്ങിയിട്ട് വേണം അങ്ങനത്തെ യാത്രയൊക്കെ പുറപ്പെടാൻ. ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറങ്ങിയിട്ട് വേണം ബാക്കി യാത്ര തുടരാൻ എന്നത് ഇതിലൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതേ സമയത്ത് എന്നത്തെ പോലെ ഒരാളാണ്ട് ഉറങ്ങി നിൽക്കുക, തൻ്റെ യാത്രാ ദൈർഘ്യം തീരെ മാനിക്കാതെ. അന്നത്തെ കാലത്തൊക്കെ പ്രവാചകൻ പറയുമ്പോൾ ശത്രുവിനെ കൂടെ പേടിക്കണം. പകല് ശത്രുക്കൾ ജാഗരൂകരായിട്ടുണ്ടാവും എങ്കിൽ ആ ശത്രുവിൻ്റെ കണ്ണിൽ പെടാതെ ഇരിക്കാൻ അയാൾക്ക് രാത്രി പുറപ്പെടേണ്ടി വരും. ദൂരയാത്രയാണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ ചിലപ്പോൾ 4 മണിക്കും 5 മണിക്ക് അല്ല ഒരു 3:30 മണിക്കൊക്കെ യാത്ര പുറപ്പെടേണ്ടി വരും. എന്നാലേ നിശ്ചിത സമയത്ത് നമ്മളൊരു 9 മണി ആകുമ്പോഴേക്കൊക്കെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തുള്ളൂ. മൻ ഖാഫ അദ്ലജ, ലക്ഷ്യസ്ഥാനത്ത് എത്തൂല എന്ന് ഒരാൾ ഭയപ്പെടുകയാണെങ്കിൽ അയാൾ ആ ഇരുട്ട് ബാക്കി നിൽക്കുന്ന ആ സമയത്ത് തന്നെ അയാളെ യാത്ര തുടരും. വമൻ അദ്ലജ ബലഗൽ മൻസിൽ, അങ്ങനെ പുറപ്പെടുമ്പോഴാണ് അയാൾക്ക് അയാളുടെ ആ വീട് അണയാൻ പറ്റുക നിശ്ചിത സമയത്ത്, അല്ലെങ്കിൽ പിന്നെയും കുറെ വൈകുന്നർത്ഥം. ഇവിടെ അള്ളാഹുവിന്റെ പ്രവാചകൻ സൂചിപ്പിച്ച ഒരു കാര്യം, അങ്ങനെ നേരത്തെ കാലേ കൂട്ടി തൻ്റെ പരലോകം ശ്രദ്ധിക്കുന്നവനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവനുമാണ് പരലോകത്ത് രക്ഷപ്പെടുക എന്നുള്ളതാണ്. പ്രവാചകൻ അതേ തുടർന്ന് പറഞ്ഞത്, അലാ ഇന്ന സൽഅത്തല്ലാഹി ഗാലിയ, അള്ളാഹുവിന്റെ സൽഅ, ചരക്ക് എന്ന് അത് വളരെ വിലമതിക്കാനാവാത്ത ഹൈലി വിലയുള്ള ഒരു സംഗതിയാണ്. അലാ ഇന്ന സൽഅത്തല്ലാഹ് അൽ ജന്ന, അള്ളാഹുവിന്റെ വിലമതിക്കാനാവാത്ത ആ ചരക്കുണ്ടല്ലോ, അതെന്താണ്? അൽ ജന്ന, സ്വർഗാണ്. ആ സ്വർഗം കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച്
കാലെക്കൂട്ടി ഒരുങ്ങണമെന്നാണ് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാളെ നന്നാക്കാൻ വേണ്ടി, നാളത്തേക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന പ്രവർത്തനമാകണം നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. നന്മ നിറഞ്ഞ പ്രവർത്തനമാകണം നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടാകണം നമ്മൾ ജീവിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന, അങ്ങനെ സ്വർഗം സമ്പാദിക്കുന്ന, ആ സ്വർഗീയ ആരാമങ്ങളിൽ പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഗഫൂറും റഹീമുമായ തമ്പുരാൻ നമുക്ക് ഏവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗികളായ ആളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുനിയാവിൽ വിവിധങ്ങളായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നെല്ലാം സമാശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഏർപ്പെട്ട ഏതൊരു ഇടപാട്ടിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ഖൈറും ബർക്കത്തും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, ഉറ്റവർ ഉടയവർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات يا مجيب الدعوات ويا قاضي الحاجات. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين.